നമ്മൾ ടോർക്കിൽ നിന്ന് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് അടുത്ത പാർട്ട് 3യിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗിയർ റേഷ്യോയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഗിയർ റേഷ്യോ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ആദ്യം കുറച്ച് കാര്യങ്ങൾ അറിയാം. ഗിയർ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഗിയർ ഈസ് എ ടൂത്ത് വീൽ ദാറ്റ് വർക്ക്സ് വിത്ത് അതേഴ്സ് ടു ട്രാൻസ്ഫർ റൊട്ടേഷൻ ഓർ പവർ ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ. ഗിയർ എന്ന് പറഞ്ഞാൽ പല്ലുകളുള്ള ഒരു വീലാണ്, ഒരു ചക്രമാണ്. ആ ചക്രം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ഷാഫ്റ്റിൽ നിന്ന് വേറൊരു ഷാഫ്റ്റിലേക്ക് അതിൻ്റെ കറക്കം, റൊട്ടേഷനോ അല്ലെങ്കിൽ ഒരു ഷാഫ്റ്റിൻ്റെ പവറിനെ കൈമാറ്റം ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുക? ഗിയർ ഉപയോഗിക്കുന്നത്. ഗിയർ എന്ന് പറയുന്ന ഒരു പല്ലുള്ള ചക്രം, പൽചക്രം എന്ന് പറഞ്ഞാൽ മതി, പൽചക്രമാണ്. ആ പൽചക്രം എന്ത് ചെയ്യും? ഒരു ഷാഫ്റ്റിൽ നിന്നും, ഒരു കറങ്ങുന്ന ഷാഫ്റ്റിൽ നിന്നും വേറൊരു ഷാഫ്റ്റിലേക്ക് ആ കറക്കത്തിനെയോ അല്ലെങ്കിൽ ആ ഫോഴ്സിനെയോ ട്രാൻസ്ഫർ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുക? ഗിയർ ഉപയോഗിക്കുക. നമ്മൾ പലതരത്തിലുള്ള ഗിയറുകൾ ഇപ്പോൾ ഉണ്ട്. നമുക്ക് തൽക്കാലത്തേക്ക് നോക്കുകയാണെങ്കിൽ സ്പർ ഗിയർ ഉണ്ട്, ഹെലിക്കൽ ഗിയർ ഉണ്ട്, ബെവൽ ഗിയർ ഉണ്ട്, ഇനി ഒരുപാട് ടൈപ്പ് ഗിയർ ഉണ്ട്. അതൊക്കെ നിങ്ങൾ സമയം പഠിക്കും. തൽക്കാലം ഇപ്പോൾ പല ടൈപ്പ് ഗിയറുകൾ ഉണ്ടെന്ന് നോക്കുക. ഗിയറുകൾ എപ്പോഴും പെയർ ആയിട്ടാണ് വർക്ക് ചെയ്യുക. മിനിമം രണ്ടെണ്ണെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഗിയറിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഗിയർ ആയിട്ട് എവിടെയും വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 2 ഗിയറെങ്കിലും വേണം. 2ൽ കൂടുതലാവാം, പക്ഷേ മിനിമം 2 എണ്ണമെങ്കിലും വേണം. അപ്പോൾ ആ 2 ഗിയറിലുള്ളതിനെ നമ്മൾ 2 പേരിൽ അറിയപ്പെടും. ഒന്ന് ഡ്രൈവിംഗ് ഗിയർ എന്നും അടുത്തതിനെ ഡ്രിവൺ ഗിയർ എന്നും വിളിക്കും. ഡ്രൈവിംഗ് ഗിയർ എന്ന് പറഞ്ഞാൽ ഓടിക്കുന്നത്, ആ വാക്കറിയാലോ. ഡ്രിവൺ ഗിയർ എന്ന് പറഞ്ഞാൽ ഓടിക്കപ്പെടുന്നത്. അപ്പോൾ തനിയെ നമുക്കൊരു എഞ്ചിനിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് വിചാരിക്കുകയാണെങ്കിൽ എഞ്ചിനിൽ നിന്നും പവർ ആദ്യം കിട്ടുന്നതിനെ നമ്മൾ ഡ്രൈവിംഗ് ഗിയർ എന്നും ആ ഗിയറിൽ നിന്ന് പിന്നെ പോകുന്നതിനെ ഡ്രിവൺ ഗിയർ എന്നും വിളിക്കും. അപ്പോൾ 2 ഗിയർ കൂട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ കറക്കുന്നതിനെ ഡ്രൈവിംഗ് ഗിയർ എന്നാണ് പറയുക. ആ ഗിയർ കറക്കുന്നതിന് ഡ്രിവൺ ഗിയർ എന്നാണ് പറയുക. അപ്പോൾ ഡ്രൈവിംഗ് ഗിയറിന് പവർ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഡ്രിവൺ ഗിയറിന് ഈ ഡ്രൈവിംഗ് ഗിയർ ആണ് പവർ കൊടുക്കുക. അത്രയാണ് അറിഞ്ഞിരിക്കേണ്ടത്. 2 ഗിയറിലുള്ള ഒന്നിനെ വിളിക്കുന്ന പേര് ഡ്രൈവിംഗ് ഗിയർ. അതിലേക്കാണ് പവർ വരുന്നത്. ഇൻപുട്ട് ഗിയർ എന്നും പറയാം. അപ്പോൾ അതിനെ ഡ്രിവൺ ഗിയർ എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവിംഗ് ഗിയർ തിരിക്കുന്ന ഗിയറിനെയാണ് ഡ്രിവൺ ഗിയർ എന്ന് വിളിക്കുക. അതിനെ ഔട്ട്പുട്ട് ഗിയർ എന്ന് വിളിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഡ്രൈവിംഗ് ഗിയർ റൊട്ടേറ്റ് ചെയ്യാമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നുകിൽ മോട്ടർ അല്ലെങ്കിൽ എഞ്ചിൻ എന്തോ ഉപയോഗിച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാം. ആ ഗിയറിന്റെ റൊട്ടേഷൻ കാരണം എന്ത് ചെയ്യും? 2 ഗിയറിന്റെ പല്ലുകൾ കൂടിയിരിക്കുന്നതുകൊണ്ട് ഈ ഡ്രൈവിംഗ് ഗിയർ തിരിയുമ്പോൾ കൂടെ ഡ്രിവൺ ഗിയർ റൊട്ടേറ്റ് ചെയ്യും. ഇനി ഗിയർ റേഷ്യോ എന്താണ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ ഡ്രിവൺ ഗിയർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ ഡ്രൈവിംഗ് ഗിയർ. ഡ്രിവൺ ഗിയറിന്റെ ടീത്തിന്റെ എണ്ണത്തിനെ ഡ്രൈവിംഗ് ഗിയറിന്റെ ടീത്തിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് ഗിയർ റേഷ്യോ എന്ന് പറയുന്നത്. അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രിവൺ ഗിയറിന് 36 ടീത്തും ഡ്രൈവിംഗ് ഗിയറിന് 12 ടീത്തും ആണ് ഉള്ളതെങ്കിൽ ഗിയർ റേഷ്യോ 3:1 അല്ലെങ്കിൽ 3 എന്ന് വിളിക്കും. 1:1 എന്ന് പറയാറില്ല ചിലപ്പോൾ സാധാരണയായിട്ട്. 3നെ 1 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് 3 ആയതുകൊണ്ട് നമ്മൾ 3 എന്ന് മാത്രം പറയാറുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഗിയർ റേഷ്യോ 3 എന്ന് പറഞ്ഞാൽ ഡ്രിവൺ ഗിയർ ഒരു വട്ടം കറങ്ങുമ്പോൾ ഡ്രൈവിംഗ് ഗിയർ എന്ത് ചെയ്യുന്നുണ്ട്? 3 പ്രാവശ്യം കറങ്ങുന്നത്. അപ്പോൾ 3 പ്രാവശ്യം ഡ്രൈവിംഗ് ഗിയർ കറങ്ങിയാൽ ഡ്രിവൺ ഗിയർ 1 പ്രാവശ്യം കറങ്ങുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി വരുന്നതാണ് ഗിയർ ട്രെയിൻ എന്ന് പറയുന്ന ഒരു വാക്ക്. ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഓഫ് ഗിയർ ആണ്. എന്താണ് പറയാൻ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ മെക്കാനിക്കൽ സിസ്റ്റം ഫോംഡ് ബൈ മൗണ്ടിങ് ഗിയേഴ്സ് ഓൺ എ ഫ്രെയിം സോ ദാറ്റ് ദ ഗിയേഴ്സ് എൻഗേജ് ആൻഡ് ട്രാൻസ്ഫർ റൊട്ടേഷൻ. 1 അതിലധികം 2 അതിലധികമോ ഗിയറുകളെ ഒരുമിച്ച് കണക്ട് ചെയ്ത് മൗണ്ട് ചെയ്യാൻ പിടിപ്പിക്കുന്നതിനാണ് എന്ത് വിളിക്കുക? ഗിയർ ട്രെയിൻ എന്ന് വിളിക്കുക. 2 അതിലധികമോ ഗിയറുകളെ ഒരുമിച്ച് കണക്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഗിയർ ട്രെയിൻ. നേരത്തെ പറഞ്ഞു 3 ടൈപ്പ് ഗിയറുകൾ, 3 ടൈപ്പ് അല്ല, ഒരുപാട് ടൈപ്പ് ഗിയറിന് ഞാനൊരു 3 എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എക്സാമ്പിളിന്റെ ചിത്രങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രത്തിന് സ്പർ ഗിയർ എന്നാണ് വിളിക്കുക. ഈ കാണുന്നതാണ് സ്പർ ഗിയർ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ചിത്രം. അതിന്റെ ടീത്തുകൾ എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് റൊട്ടേറ്റ്? ഇതിൽ കൂടിയാണ് ഷാഫ്റ്റ് വരിക. അപ്പോൾ ആ ഷാഫ്റ്റിന് പാരലൽ ആയിട്ടാണ് എല്ലാ ടീത്തും ഇരിക്കുന്നത്. നോക്കിയല്ലോ, ഷാഫ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ പോരും. അപ്പോൾ ആ ഷാഫ്റ്റിന് പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ ടീത്തും ഇരിക്കുന്നത്. അപ്പോൾ 2 പാരലൽ ഷാഫ്റ്റുകൾ തമ്മിൽ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക? സ്പർ ഗിയർ ഉപയോഗിക്കുന്നത്. അടുത്ത ടൈപ്പാണ് ഹെലിക്കൽ ഗിയർ. ഹെലിക്കൽ ഗിയറിന്റെ ടീത്ത് നോക്കിയേ, ഒരു ആംഗിളിലായിരിക്കുന്നത് അല്ലേ? ആക്സിസിന് പാരലൽ ആണോ? അല്ലെങ്കിൽ ഷാഫ്റ്റിന് പാരലൽ അല്ല. ഈ ഷാഫ്റ്റിന്റെ ഹോളാണല്ലോ വരുന്നത്. അതിന്റെ ആക്സിസ് ആണ് ഇതിന്റെ സെന്ററിലൂടെ പോകും. അപ്പോൾ അതിന് പാരലൽ അല്ല, ഒരു ആംഗിളിലാണ് ഇരിക്കുന്നത്.
അപ്പോൾ ഇത് എങ്ങനത്തെ പവർ ട്രാൻസ്ഫർ ചെയ്യും? ഇതും പവർ, രണ്ട് പാരലൽ ഷാഫ്റ്റുകൾ തമ്മിൽ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ തന്നെയാണ് ഉപയോഗിക്കുക. പക്ഷേ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന കാരണം കോണ്ടാക്ട്, ഏരിയ ഓഫ് കോണ്ടാക്ട് കൂടുതലുണ്ട്. ഇങ്ങനെ സ്ട്രൈറ്റ് വരുന്നതും ഇങ്ങനെ ചെരിച്ച് വരുമ്പോഴും ഈ ടീത്തിന്റെ നീളം കൂടുതലല്ലേ? ടീത്തിന്റെ നീളം കൂടുമ്പോൾ അത്രയും ഭാഗം കോണ്ടാക്ട് വരും. അത്രയും ഭാഗം കോണ്ടാക്ട് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്ലിപ്പ് ഇല്ലാതെ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതാണ് ഹെലിക്കൽ ഗിയർ എന്ന് പറയുന്നത്. പിന്നെ ഏതാണ് ബെവൽ ഗിയർ? ബെവൽ ഗിയർ നോക്കി കാണുന്നുണ്ടല്ലോ, ഒരു ഷാഫ്റ്റ് ഇങ്ങനെ വരും, ഒരു ഷാഫ്റ്റ് ഇങ്ങനെ വരും. 90 ഡിഗ്രിയിൽ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ബെവൽ ഗിയർ ഉപയോഗിക്കുന്നത്. ഇവിടെയൊക്കെ പാരലൽ ആയിരുന്നെങ്കിൽ ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഷാഫ്റ്റുകൾ തമ്മിൽ പവർ ട്രാൻസ്ഫർ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുക? പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ പവർ ട്രാൻസ്ഫർ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ബെവൽ ഗിയറിൽ ഉപയോഗിക്കുന്നത്. ഇനി ഒരുപാട് ടൈപ്പ് ഗിയറുകളുണ്ട്, അതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട് ആ ട്രാൻസ്മിഷൻ സമയത്ത്. ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. ഫസ്റ്റ് കാണുന്ന ഈ ടൈപ്പിനെ സ്പർ ഗിയർ കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഈ ടൈപ്പിനെ ഹെലിക്കൽ ഗിയർ എന്ന് വിളിക്കും, ഇതിനെ ബെവൽ ഗിയർ എന്ന് വിളിക്കും. ഇനി ഒരുപാട് ഗിയറുകളൊക്കെ അതൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് പഠിക്കാം. ഇപ്പോഴല്ല, അത് ട്രാൻസ്മിഷൻ സമയത്ത് പഠിക്കും. നമുക്കിനി ഗിയർ റേഷ്യോ ഒന്നുകൂടി കണ്ടിന്യൂ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഗിയർ റേഷ്യോയുടെ ഇക്വേഷനാണ് അറിയേണ്ടത്. അപ്പോൾ ഇക്വേഷൻ അറിയുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ 1 എന്ന് എഴുതിക്കണം. ഈ വലിയ ഗിയറിനെ നമുക്ക് ഡ്രൈവർ ഗിയർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഗിയർ എന്നും 2 എന്ന് എഴുതിയതിനെ ചെറുതിനെ ഡ്രിവൺ ഗിയർ എന്നും വിളിക്കാം. അതായത് ഈ വലിയ ഗിയറിലേക്കാണ് നമ്മൾ എഞ്ചിൻ അല്ലെങ്കിൽ മോട്ടോർ കണക്ട് ചെയ്യുക, ചെറിയ ഗിയറിൽ നിന്നാണ് നമ്മൾ പുറത്തേക്ക് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഒന്നാമത്തെ ഗിയറിൻ്റെ സ്പീഡിനെ, കറങ്ങുന്ന റൊട്ടേഷൻ. അപ്പോൾ റൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ RPM-ലാണ് പറയാം. RPM എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ്. ഈ ഗിയർ അല്ലെങ്കിൽ ഈ വലിയ ഗിയർ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് N1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വലിയ, അതായത് ഡ്രിവൺ ഗിയർ അല്ലെങ്കിൽ ഡ്രൈവർ ഗിയർ, ഡ്രൈവിംഗ് ഗിയർ അല്ലെങ്കിൽ ഡ്രൈവർ ഗിയർ രണ്ടും വിളിക്കാം. അതാണ് വലിയ ഗിയർ എന്ന് പറയുന്നത്. ആ വലിയ ഗിയർ അല്ലെങ്കിൽ ഡ്രൈവർ ഗിയർ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പോയിന്റ് ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തുമ്പോഴാണ് റൊട്ടേഷൻ, പിന്നെ കറങ്ങി ഇവിടെ എത്തുമ്പോൾ റൊട്ടേഷൻ, അങ്ങനെ ഒരു മിനിറ്റ് 60 സെക്കൻഡിൽ എത്ര പ്രാവശ്യം ഇങ്ങനെ ഫുൾ റൊട്ടേഷൻ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ എണ്ണമാണ് എന്ത്? N1 എന്ന് പറയാം. അതിൻ്റെ സ്പീഡ്, നമ്മുടെ ഗിയറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് റൊട്ടേഷനിലാണ് പറയുക, അത് RPM-ലാണ് വരുന്നത്, N1 എന്ന് പറയുന്നത്. അതേപോലെ ഈ ചെറിയ ഗിയർ ഇപ്പം കണക്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇത് കറങ്ങുമ്പോൾ കൂടെ ഇതും കറങ്ങും, അല്ല അങ്ങനെ അറിയാമായിരിക്കുമല്ലോ. ഈ ഗിയറും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ ഗിയർ വലുത് കറങ്ങിയാൽ ചെറുതും കറങ്ങുമല്ലോ. അപ്പോൾ വലുത് കറങ്ങുമ്പോൾ അനുസരിച്ച് ചെറുത് കറങ്ങുന്നുണ്ട്. ആ ചെറുത് ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം കറങ്ങി എന്നുള്ളതാണ് N2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി D1 എന്ന് പറഞ്ഞാൽ ഈ വലിയ ഗിയർ, അതായത് ഡ്രൈവിംഗ് ഗിയറിന്റെ ഡയമീറ്റർ ആണ്. അതായത് എന്തായാലും പറയാം, വ്യാസം എന്ന് പറയാം മലയാളത്തിൽ. അതായത് ഇവിടെ മുതൽ ഈ സെന്ററിൽ കൂടി പോയിട്ട് ഈ തല എത്തുമ്പോഴുള്ള ദൂരത്തിനാണ് എന്ത് വിളിക്കുന്നത്? ഡയമീറ്റർ എന്ന് വിളിക്കുക. ആ ഡയമീറ്ററിനാണ് നമ്മൾ D1 എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെ വരുന്നതിനെ D2 എന്ന് വിളിക്കും. ചെറിയ ഗിയറിന്റെ ഡയമീറ്ററിനെ, അല്ലെങ്കിൽ ചെറുതെന്നല്ല, ഡ്രിവൺ ഗിയറിന്റെ ഡയമീറ്ററിനെ നമ്മൾ D2 എന്നും വിളിക്കുന്നുണ്ട്. ഡ്രൈവറിൻ്റെത് D1, ഡ്രിവണിൻ്റെത് D2. പിന്നെ വരുന്നത് T1ഉം T2ഉം. ഡ്രൈവർ ഗിയർ, അത് വലിയ ഗിയറിന്റെ ടീത്തുകളുടെ എണ്ണം 1, 2, 3, 4 എന്ന് ഇങ്ങനെ എണ്ണി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു നമ്പറാണ് ടീത്തിന്റെ എണ്ണം. എത്ര പല്ലുകളുണ്ട്, ഈ വലുതിന് എത്ര പല്ലുകളുണ്ട്, അല്ലെങ്കിൽ ഡ്രൈവർ ഗിയറിന് എത്ര പല്ലുകളുണ്ട് എന്നുള്ളത് T1ഉം, ഡ്രിവൺ ഗിയർ ഈ ഗിയറിന് എത്ര പല്ലുകളുണ്ട് എന്നുള്ളത് T2ഉമായിട്ട് നമ്മൾ എടുക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് ഈ ഇക്വേഷനാണ്. N1/N2 = D2/D1 = T2/T1. ഇതെല്ലാം ഗിയർ റേഷ്യോ തന്നെയാണ്. ഇതൊരു ഗിയർ റേഷ്യോയുടെ ഇക്വേഷൻ ആണ്, ഇതും ഗിയർ റേഷ്യോയുടെ ഇക്വേഷൻ ആണ്, ഇതും ഗിയർ റേഷ്യോയുടെ ഇക്വേഷൻ ആണ്. ഇതെല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമ്മളിവിടെ 2 ഗിയർ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഗിയർ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ഗിയർ, ഇത് പറയുന്നത് ഡ്രിവൺ ഗിയർ. വലുതിനെ നമ്മൾ ഡ്രൈവിംഗ് ഗിയർ ആക്കി എടുത്തു, ചെറുതിനെ ഡ്രിവൺ ഗിയർ ആക്കി എടുത്തു. അങ്ങനെ അസ്യൂം ചെയ്തേ ഉള്ളൂ. ഇവിടെ പവറൊന്നും കാണിച്ചിട്ടില്ല, എന്നാലും ഇതിലേക്കാണ് എഞ്ചിന്റെ പവർ വരുന്നതെന്നും ഇതിൽ നിന്നാണ് പുറത്തേക്ക് പവർ എടുക്കുന്നതെന്നും നമ്മൾ ചിന്തിച്ചെടുക്കുകയാണ്. ഗിയർ 1ന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഏകദേശം 100 ടീത്ത്, എണ്ണെടുത്തൊന്നല്ല, ഞാൻ ജസ്റ്റ് എഴുതിയെന്നുള്ളൂ. 100 ടീത്ത് ആണെന്ന് ഇരിക്കട്ടെ. 100 പല്ലുകളുണ്ട് ഈ വലിയ ഡ്രൈവിംഗ് ഗിയറിന്. അതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 200 mm ആണ്. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം എന്ന് പറയുന്നത് 200 mm ആണ് നമ്മൾ എടുക്കാൻ പോവാണ്. അത് 10 RPM-ലാണ് കറങ്ങുന്നത്. ഇതൊരു മിനിറ്റിൽ 10 വട്ടേ കറങ്ങുന്നുള്ളൂ, വളരെ പതുക്കെ കറങ്ങുന്ന ഇരിക്കട്ടെ.
ഇങ്ങനെയുള്ള ഒരു ഗിയർ അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഗിയറിലേക്കാണ് ഈ ചെറിയ ഗിയർ കണക്റ്റിരിക്കുന്നത്. ആ ചെറിയ ഗിയറിന്റെ നമ്മൾ ഡ്രിവൺ ഗിയർ ആണ്, അറിയാമായിരിക്കുമല്ലോ, കറങ്ങുന്നത്. ഇതാണ് ഈ ചെറുതിനെ കറക്കുന്നത് ഈ വലുതാണ്. അതുകൊണ്ടാണ് ഡ്രിവൺ ഗിയർ എന്ന് ഇതിനെ വിളിക്കുന്നത്. ഇതിനെ ഡ്രൈവിംഗ് ഗിയർ എന്ന് വിളിക്കും. പേരൊന്നും മാറിപ്പോയത്. ഇത് ഡ്രൈവിംഗ് ഗിയർ അല്ലെങ്കിൽ ഡ്രൈവർ ഗിയർ, ഇതിനെ ഡ്രിവൺ ഗിയർ. ഇതാണ് തനിയെ കറങ്ങുന്നത്, ഇതിനെ കറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ടീത്ത് 10 എണ്ണമാണ് പറഞ്ഞത്. ഇതിൽ 10 പല്ലുകളാണുള്ളത്. ഇതിൽ 100 പല്ലുകളുണ്ട്, ഇതിൽ 10 പല്ലുകളുണ്ട്. വേറൊരു ഡീറ്റെയിൽസും തന്നിട്ടില്ല. ഡയമീറ്റർ അറിയില്ല, സ്പീഡ് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ഡയമീറ്ററും അറിയണം, സ്പീഡും അറിയണം. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഇക്വേഷൻ മാത്രമല്ലേ അറിയുള്ളൂ. നമുക്ക് തന്നിരിക്കുന്നത് T1 ഉം T2 ഉം തന്നിട്ടുണ്ട്, അറിയാലോ. T1 എന്ന് പറയുന്നത് എത്രയാ? T1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈവർ ഗിയറിന്റെ ടീത്തിന്റെ എണ്ണം, അത് 100 ആണ്. ഡ്രിവൺ ഗിയറിന്റെ 10 ആണ്. അപ്പോൾ T2 എന്ന് പറയുന്നത് 10 ഉം T1 എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ എടുക്കുകയാണെങ്കിൽ T2 by T1 is equal to N1 divided by N2. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ T2 എന്ന് പറയുന്നത് 10 ആണ്, ഡിവൈഡഡ് ബൈ T1 എന്ന് പറയുന്നത് 100 ആണ്. is equal to N1 എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ഡ്രൈവർ ആണ്. എത്രയാണത്? 10. അതും 10 തന്നെയാണ്. ഡിവൈഡഡ് ബൈ N2 എന്ന് പറയുന്നത് നമുക്കറിയില്ല, അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ N2 തന്നെ എഴുതി വയ്ക്കാം. ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നോക്കുകയാണെങ്കിൽ മുകളിൽ 10 ആണ്, താഴെ ഈക്വൽ ആവണല്ലോ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ N2 is equal to എന്ത് കിട്ടും? 100 എന്ന് കിട്ടും. ഇത് കണക്ക് ചെയ്ത് നോക്കിയാൽ മതി. 100 RPM. ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതായത് വലിയ ഗിയർ 10 RPM-ലും 100 ടീത്തും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100 ടീത്തുള്ള ഒരു ഗിയർ 10 RPM-ൽ കറങ്ങുകയാണെങ്കിൽ അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന 10 ടീത്തുള്ള ഗിയർ 100 RPM-ൽ കറങ്ങും. അതാണ് നമ്മൾ ഈ കണക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ ഇക്വേഷനിലെ ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ കണക്ക് ചെയ്തത്. T2 എന്ന് പറഞ്ഞാൽ 10, T1 എന്ന് പറഞ്ഞാൽ 100, N1 എന്ന് പറഞ്ഞാൽ 10, N2 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 100 എന്നാണ്. അതാണ് അതിൻ്റെ സ്പീഡ്. അപ്പോൾ ഈ വലിയ 100 ടീത്തുള്ള ഗിയർ 10 പ്രാവശ്യം കറങ്ങിയാൽ 10 ടീത്തുള്ള ഗിയർ 100 പ്രാവശ്യം കറങ്ങുമെന്ന് നമ്മൾ ഈ ഗിയർ റേഷ്യോ ഉപയോഗിച്ച്, ഇതാണ് ഗിയർ റേഷ്യോയുടെ ഇക്വേഷൻ, ഗിയർ റേഷ്യോ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ അതിൻ്റെ സ്പീഡ് കണ്ടുപിടിച്ചു. സ്പീഡ് കിട്ടിയില്ലെങ്കിൽ, അതായത് 2 ഗിയറുകൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഒന്നിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ മറ്റേതിൻ്റെ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു. എങ്ങനെ ഗിയർ റേഷ്യോ ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം. അത് തിരിച്ചും ചെയ്യാം. സ്പീഡ് വന്നിട്ട് ടീത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. അത് പല രീതിയിലും ചെയ്യാം. ഇനി നമുക്ക് അറിയേണ്ട ഡയമീറ്റർ എടുക്കാനുള്ളതാണ്. അപ്പോൾ ഡയമീറ്റർ എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം എടുക്കാം, ഇത്രയും ഭാഗം. അതായത് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയമീറ്റർ കിട്ടും. ഡയമീറ്ററിലൊക്കെ വരുന്ന ഈ ഒരു ഭാഗത്താണല്ലോ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇവിടെ എടുത്ത് എഴുതാം. D2 divided by D1 equal to T2 divided by T1. നമുക്ക് ഇതിൻ്റെ കണക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാം. D2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ചെറുതിൻ്റെ ഡയമീറ്റർ ആണ്, നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് D2 അങ്ങനെ തന്നെ എടുത്ത് എഴുതി വയ്ക്കാം. D2 ഡിവൈഡഡ് ബൈ D1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്?
ഈ വലുതിൻ്റെ ഡയമീറ്റർ ആണ് 200 മില്ലിമീറ്റർ എന്നാണ്. അത് അങ്ങനെ എടുത്തെഴുതാം. ഈക്വൽ ടു, ഇനി നമുക്ക് അറിയുന്നത് എന്താണ്, T2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെറുത്, അതായത് ഡ്രിവൺ ഗിയറിൻ്റെ ടീത്തിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 10 ഇവിടെ തന്നിട്ടുണ്ട്, അങ്ങനെ എടുത്തെഴുതി 10. ഇനി T1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടീത്താണ്, നമ്മൾ 100 എന്നെടുത്തെഴുതാം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കാം, ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കാം. അപ്പോൾ 100 D2 ഈക്വൽ ടു, ഈ 200 ഇൻറ്റു 10 എത്ര വരും, 2000 വരുമല്ലോ. 2 1 0 3 0 വരും. 1 2 3 ഡിവൈഡ്. ഇനി വല്ല ഒന്നും ചെയ്യേണ്ട. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് ഈ 100നെ ഇവിടുന്ന് മാറ്റിയിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഇതിനെ ഗുണിച്ചിരിക്കുകയാണല്ലോ, ആ ഗുണിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ അത് ഹരണമായിട്ട് മാറും. അപ്പോൾ ഈ ഒരു 0 പോയി, ഒരു 0 പോയി, ഈ ഒരു 0 ഈ ഒരു 0 വെട്ടി, അവസാനം കിട്ടുന്ന ആൻസർ ഈക്വൽ ടു 20 മില്ലിമീറ്റർ എന്ന് വരും. അതാണ് നമുക്ക് ഈ പറഞ്ഞ ഗിയറിൻ്റെ, ഈ ചെറിയ ഡ്രിവൺ ഗിയറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 20 മില്ലിമീറ്റർ ആണ്. അതായത് ഇതിന് 100 ടീത്തും ഇതിന് 10 ടീത്തും ആണ്. ഇതിന് 200 മില്ലിമീറ്റർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡയമീറ്റർ 20 മില്ലിമീറ്റർ ആയിരിക്കും. എങ്കിലേ അത് നമ്മുടെ ഗിയർ റേഷ്യോ കറക്റ്റ് ആവുന്നുള്ളൂ, എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ടുള്ള ഗിയർ ട്രെയിൻ ആവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിച്ചു, ഒരു ഗിയറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തന്നു, മറ്റൊരു ഗിയറിൻ്റെ ഒരു ഡീറ്റെയിൽ മാത്രമേ തന്നുള്ളൂ, ടീത്ത് മാത്രമേ തന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഗിയർ റേഷ്യോ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചു. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് ഒക്കെ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഡയമീറ്റർ നമ്മൾ കണ്ടുപിടിച്ചു 20 മില്ലിമീറ്റർ ആണ്. സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചു 100 RPM ആണ്. നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. വലിയ ഗിയറിനാണോ ചെറിയ ഗിയറിനാണോ സ്പീഡ് കൂടുതൽ വരുന്നത്? സ്പീഡ് കൂടുതൽ വരുന്നത് ചെറിയ ഗിയറിനാണ്. നോക്കിയാൽ മതി. അപ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും രണ്ട് ഗിയറുകൾ തമ്മിൽ കൂടി ചേർന്ന് വർക്ക് ചെയ്യുമ്പോൾ ചെറിയ ഗിയറാണ് സ്പീഡിൽ കറങ്ങുക, വലിയ ഗിയർ പതുക്കെ കറങ്ങുള്ളൂ. നമുക്കറിയാമായിരിക്കുമല്ലോ, അതങ്ങനെ തന്നെയാണ് വരുന്നത്. എല്ലായ്പ്പോഴും ചെറിയ ഗിയർ സ്പീഡിലും വലിയ ഗിയർ അതിനേക്കാൾ പതുക്കെ എന്ത് ചെയ്യുള്ളൂ, കറങ്ങുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരുന്നു? T2/T1 എടുക്കുകയാണെങ്കിൽ എത്രയാണ് T2? 10. T1 എന്ന് പറഞ്ഞാൽ 100. 0.1 ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതൊരു ഫുൾ റൊട്ടേഷൻ കറങ്ങുമ്പോഴത്തേനും ഇത് ഫുൾ കറങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ 10 റൊട്ടേഷൻ കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ 2 എന്ന് എഴുതിയതിൻ്റെ 10 റൊട്ടേഷൻ കഴിഞ്ഞാൽ ഈ വലുത് ഒരു റൊട്ടേഷൻ കറക്കുകയുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഒരു റൊട്ടേഷൻ കഴിയുമ്പോഴേക്കും ഈ ചെറുത് 10 പ്രാവശ്യം കറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ടോർക്കിലും മാറ്റം വരും. നമ്മൾ ടോർക്ക് പറഞ്ഞിട്ടുണ്ട്, കറങ്ങാനുള്ള കഴിവിനെയാണ് ടോർക്ക് എന്ന് വിളിക്കുക. അപ്പോൾ ഈ വലിയ ഗിയറിൽ നിന്ന്, അതായത് ഗിയർ 1ൽ നിന്ന് 2ലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്താൽ ടോർക്കിൻ്റെ അളവ് വളരെയധികം കുറയുകയാണ് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടോർക്ക് വന്നു കഴിഞ്ഞാൽ ടോർക്ക് കുറയും. പകരം ഈ ചെറുതിൽ നിന്ന് വലുതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് കുറയും, പക്ഷെ ടോർക്ക് കൂടുതൽ വരും. നമുക്ക് ഇനി അങ്ങനെ ചിന്തിച്ച് നോക്കാം. ഇതാണ് ഡ്രൈവിംഗ് ഗിയർ, ഇത് ഡ്രിവൺ ഗിയർ ആണെന്ന് ഇരിക്കട്ടെ. അതായത് ഇതിലേക്കാണ് എഞ്ചിൻ്റെ പവർ വരുന്നത്, ഇതിലേക്ക് പവർ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് ചെയ്യുന്നു. അപ്പോൾ ഇത് 10 വട്ടം കറങ്ങിയാലേ ഇത് ഒരു വട്ടം കറങ്ങുള്ളൂ. അപ്പോൾ ഇതിനേക്കാൾ 10 ഇരട്ടി ടോർക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് കിട്ടും. അപ്പോൾ ടോർക്കും സ്പീഡും എന്ന് പറയുന്നത് വിപരീത അനുപാതത്തിലാണ്. ഒന്ന് കൂടിയാൽ ഒന്ന് കുറയും. ടോർക്ക് കൂടുതൽ വേണമെങ്കിൽ സ്പീഡ് കുറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ വണ്ടി പതുക്കെ മൂവ് ചെയ്യുള്ളൂ, പക്ഷെ നല്ല വലിവ് കിട്ടും. അതേപോലെയാണ് തിരിച്ച് ആലോചിച്ചൊക്കെ, 4th ഗിയറിൽ നല്ല സ്പീഡ് കിട്ടും, പക്ഷെ ടോർക്ക് ഉണ്ടാവില്ല, കയറ്റം കയറാനൊന്നും പറ്റില്ല. അപ്പോൾ ടോർക്കും സ്പീഡും എന്ന് പറയുന്നത് ഒരു ഗിയർ ട്രെയിനിൽ നേരെ വിപരീത അനുപാതത്തിലാണ്. ടോർക്ക് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ സ്പീഡ് കുറയ്ക്കേണ്ടി വരും. സ്പീഡ് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ ടോർക്ക് ഓട്ടോമാറ്റിക്കലി കുറയും. എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഗിയർ ബോക്സിൻ്റെ കാര്യം തന്നെ. ഫസ്റ്റ് ഗിയറിൽ ടോർക്ക് വളരെ കൂടുതലാണ്, പക്ഷേ സ്പീഡ് വളരെ കുറവാണ്.
അതേപോലെ ലാസ്റ്റ് ഗിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്പീഡ് വളരെ കൂടുതലായിരിക്കും, പക്ഷേ ടോർക്ക് വളരെ കുറവായിരിക്കും. അപ്പോൾ ടോർക്കും സ്പീഡും തമ്മിലുള്ള ബന്ധം വിപരീത അനുപാതത്തിലാണ്. അത് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. ടോർക്കിൻ്റെ ഇക്വേഷൻ ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ ട്രാൻസ്മിഷൻ സമയത്ത് പഠിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പഠിച്ചോളൂ, ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യം ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് ഇത്ര അറിഞ്ഞാൽ മതി, ടോർക്കും സ്പീഡും നേർവിപരീത അനുപാതത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറഞ്ഞേ പറ്റൂ. സ്പീഡ് കൂടിയാൽ ടോർക്ക് കുറയും, ടോർക്ക് കൂടിയാൽ സ്പീഡ് കുറയും. ഇതിൻ്റെ നോട്ട് എഴുതുന്ന കാര്യം നോക്കുകയാണെങ്കിൽ ഇത് ഹെഡിങ് ഒന്നും കൊടുക്കണമെന്നില്ല കേട്ടോ, നമ്മൾ കണ്ടിന്യൂഷൻ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗിയർ റേഷ്യോ എന്ന് ഹെഡിങ് കൊടുക്കുക, ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം എഴുതിയെടുക്കുക. ചിത്രങ്ങളൊന്നും വരച്ചെടുക്കേണ്ട ആവശ്യമില്ല, അത് അറിയാൻ വേണ്ടി മാത്രം കാണിച്ചു എന്നേ ഉള്ളൂ. ഈ സംഭവങ്ങളെല്ലാം വ്യക്തമായിട്ട് എഴുതിയെടുക്കണം. ഇപ്പോൾ ഈ ഇക്വേഷൻ വലുതാക്കിയിട്ട് വരയ്ക്കുക. അതിൻ്റെ താഴെയായിട്ട് N1 ആൻഡ് N2 എന്താണെന്നുള്ളതൊക്കെ താഴെ എടുത്ത് എഴുതുക. ഇത് വ്യക്തമായിരിക്കണം, നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു ബോക്സൊക്കെ വരച്ചിട്ട് വെക്കുക. എന്നിട്ട് പറ്റുവാണെങ്കിൽ 2 ഗിയറിൻ്റെ ചിത്രം വരച്ച് വയ്ക്കുക. അതിൽ ടീത്തിൻ്റെ എണ്ണം ഒന്നും ശ്രദ്ധിക്കേണ്ട, ജസ്റ്റ് പറഞ്ഞു വെച്ചാൽ മതി. ഇതിനെ ഡ്രൈവിംഗ് ഗിയർ എന്നും ഇതിനെ ഡ്രിവൺ ഗിയർ എന്നും മാർക്ക് ചെയ്യുക. 1, 2 എന്നല്ല മാർക്ക് ചെയ്യേണ്ടത്. ഡ്രൈവിംഗ് ഗിയർ, ഇതിനെ ഡ്രിവൺ ഗിയർ എന്ന് മാർക്ക് ചെയ്യുക. ജസ്റ്റ് ഒരു 10ഓ 20ഓ ടീത്ത് വെച്ച് വരച്ചാൽ മതി, അധികം വലിയ ഭംഗിയായിട്ടൊന്നും വരയ്ക്കണമെന്നില്ല. ടീത്തുകൾ കാണണം, കണ്ട ഗിയർ ആണെന്ന് തോന്നിയാൽ മതി, നിങ്ങൾ എങ്ങനെ വേണേൽ വരച്ചോളൂ, കുഴപ്പമില്ല. കണ്ടു കഴിഞ്ഞാൽ ഗിയറുകൾ തമ്മിൽ കൂട്ടി 2 ഗിയർ ആണെന്ന് മനസ്സിലാക്കുന്ന രീതി വരയ്ക്കുക. എന്നിട്ട് പ്രോബ്ലം ആണ്, എക്സാമ്പിൾ എഴുതിയിട്ട് ഈ തന്നിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക, ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് എഴുതിയെടുക്കുക ഇവിടെ. അതിന് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനെയാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നോക്കിയിട്ട് അതും എടുത്തെഴുതുക. ഇത്രയാണ് നമ്മൾ ഇതിൽ നോട്ട് ആവശ്യം വരുന്നുള്ളൂ.